ഹലോ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ റോസിന് ക്രിസ്മസിന്റെ ഒരു ടീഷർട്ടും ഒരു വൈറ്റ് ഷോർട്സും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തിനാണോ അത് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ആ ഡ്രസ്സിൽ തന്നെ തേക്കുന്നുണ്ടായിരുന്നത്. മരിനാട് ബീച്ചിലോട്ടാണ് പോണത്. അവിടെയാണ് ഭയങ്കരമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലായിട്ടൊക്കെ നിൽക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിപ്പോൾ കരയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നേ, പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, എല്ലാം അടിപൊളിയായിരുന്നേ. നമ്മൾ ഈ ട്രിവാൻഡ്രത്തൊക്കെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണാൻ പോകത്തില്ല, അതിന്റെയൊക്കെ ഒരു മിനിയേച്ചർ വെർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇവരൊക്കെ നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ പോയാൽ നിരാശപ്പെടേണ്ടി വരത്തില്ല. കറക്റ്റ് ഒരു ക്രിസ്മസ് വൈബ് ദാ ഇവിടെ കിട്ടും. ഈ സമാധാനമായിട്ട് മാറിയിരിക്കണം എന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് മാറിയിരിക്കാൻ ആവശ്യം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുവരാം. പിന്നെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഫോട്ടോസ് എടുക്കാൻ അറിയാം എന്നുള്ളവരാണെങ്കിൽ ഞാനൊക്കെ ഇങ്ങനെയൊക്കെയോ ഒപ്പിച്ച്. ഈ സംഭവം കണ്ടോ, ഇത് സത്യത്തിൽ ആ കടലിന്റെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത്തെ കരക്കാറ്റ് ചതിച്ചതാണേ. അതിനെന്താ അടിപൊളിയായിട്ട് ഇതാ കരയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഇത്രയും സൂപ്പർ ഒരു സാധനം എന്താ അപ്പൊ അടുത്തുനിന്ന് കാണാനും പറ്റിയില്ലേ. അതിനിടയ്ക്ക് ഇതാ വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ, അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിതൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. ആ സംഭവം അതെന്താ സർപ്രൈസ് ആണ്, അത് കേക്കാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും സെറ്റ് സാധനമാണേ. സാധാരണ പുത്തൻതോപ്പ് പള്ളിയിലാണ് നിങ്ങൾ കാണാൻ പോണത്, പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്കൊന്നും ഇവിടെ ആദ്യമായിട്ടാണ് വന്നതെന്ന് എനിക്ക് അറിയില്ല കറക്റ്റ്. പക്ഷെ എന്തായാലും അടിപൊളിയായിട്ടുണ്ടല്ലോ. മൊത്തത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വൈബ് സ്ഥലമാണ്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട, എന്തോ ബൺ മസ്കയും ചോക്ലേറ്റ് മസ്കയും എല്ലാം ഉണ്ടായിരുന്നു. റോസ് എന്തോ മൂഡ് ഓഫ് ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും എൻ്റെ അടുത്ത് ആവശ്യപ്പെടാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾ കുറച്ച് ഡള്ളായിരുന്നു. എന്നാലും ഇടയ്ക്ക് ഈ പാട്ടും കൂത്തുക കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തുള്ളുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കിതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുൽക്കൂടാണ് കണ്ടതിൽ വെച്ചിട്ട്. ഇത് മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. നേരിട്ട് ദൂരെ നിന്ന് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നേ. പിന്നെ റോസിന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് പോപ്കോൺ മേടിക്കാൻ പോയി. ആ സമയത്ത് ഇതാണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ. അതിനിടയിൽ അവിടെ ഇരുന്ന് അപ്പാപ്പ റോസിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ അവരുടെ കൂടെ പോയി കളി, അപ്പാപ്പ നിന്നെ നോക്കിക്കോളാന്ന്. അവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, അവരെ എതിർത്താലേ വിഷയമുള്ളൂ. അപ്പോഴത്തേക്കും പോപ്കോൺ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മത്സരം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിശക്കാൻ തുടങ്ങി അപ്പൊ തന്നെ ഞങ്ങൾ വീട്ടിൽ പോവുകയും ചെയ്തു. വന്ന് എന്റെ കുറുമ്പയുടെ ഇപ്പോഴത്തെ ഹോബി ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.